അങ്ങനെ ജുവി മൂന്നാമത്തെ പ്രാവശ്യം മലയ്ക്ക് പോകാൻ പോവാട്ടോ. ഓള് വിഷുക്കണിക്കാണ് പോവാറുള്ളത് കേട്ടോ മലയ്ക്ക്. കാരണം എന്താ വെച്ചാല് അപ്പളെ തിരക്കുണ്ടാവാതിരിക്കുള്ളൂ. വൃശ്ചികത്തിൽ പോവുകയാണെങ്കിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊന്നും ശരിക്കും കാണാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് വിഷുവിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് തൊഴുതു പോരാൻ പറ്റുന്ന സമയമായിട്ടോ ഈ വിഷുക്കാലം. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ് കേട്ടോ. എനിക്കൊന്നും ഒരു പ്രാവശ്യം പോലും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശബരിമലയിൽ പോവാത്തവരുണ്ടെങ്കിലും പോയവരാണെങ്കിലും എത്ര വട്ടം പോയെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. കഴിഞ്ഞ 2 കൊല്ലവും അച്ഛനും ചുവും മാത്രമാണ് വിഷുവിന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്കൊല്ലം അച്ഛമ്മയും കൂടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 ആളും കൂടെ നെയ്ത്തേങ്ങ നിറയ്ക്കുകയാണ് കേട്ടോ. അവർ 3 ആളും കൂടാതെ അമ്മയും കൂടി നെയ്ത്തേങ്ങ നിറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 തേങ്ങയിൽ നെയ്യ് നിറച്ചു കേട്ടോ. ഇത് 3 മിനിറ്റിന്റെ വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം ലോങ് ആണ്. നിങ്ങൾക്ക് ബോറടിക്കണ്ടെങ്കിലേ ക്ഷമിക്കണേ. മലയ്ക്ക് പോയതിൻ്റെ എല്ലാ വിഷ്വൽസും കൂടി ഈ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കുന്നതുകൊണ്ടാട്ടോ ഇത്രയും ലേഗായത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് അവർ പോകുന്നത് വരെയുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോസൊക്കെ സ്പീഡിൽ ഓടിച്ചിടുകയാണ് ഞാൻ. 3 പേരുടെ കെട്ടിലും ഞാനും അമ്മയും അരി നിറച്ചു കേട്ടോ. കെട്ടില് മാല ഇട്ടവർ അരി നിറയ്ക്കണ ചടങ്ങും കൂടെ വന്നവർ അരി നിറയ്ക്കണ ചടങ്ങും എല്ലാം മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഗുരുസ്വാമി കെട്ട് മുറുക്കുകയാണേ. 2 തരം അരിയാണ് ഇവരുടെ സഞ്ചി നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഒപ്പം മലയ്ക്ക് പോവാന് ഒരുപാട് സ്വാമിമാരും മാളികപ്പുറങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കെട്ടുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കിന് ഞങ്ങളതാണ് ലാസ്റ്റ് കെട്ടുന്നേരാട്ടോ. അങ്ങനെ അവസാനം കെട്ടുന്നവരെയൊക്കെ കഴിഞ്ഞ് ഇവർ തൊഴുത് എണീറ്റിട്ടുണ്ട് കേട്ടോ. നിറച്ച കെട്ടുസഞ്ചിന്റെ മുകളിൽ ദക്ഷിണ വെച്ചിട്ടാണ് നിൽക്കുക കേട്ടോ. പിന്നെ ഗുരുസ്വാമിക്കും ദക്ഷിണ കൊടുത്തു കേട്ടോ. ഗുരുസ്വാമി ഒരുപാട് നേരം ശരണം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ചമ്മേൻ്റെ ദക്ഷിണയും കൂടി വാങ്ങിയതിന് ശേഷം ഗുരുസ്വാമി എല്ലാവരുടെ കെട്ടും തലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഉടയ്ക്കലാണേ. അപ്പോൾ ഒരു ഗുരുസ്വാമീൻ്റെ അടുത്തുനിന്ന് കെട്ട് നിറച്ച സഞ്ചിയൊക്കെ വാങ്ങിയിട്ട് തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണേ. ആദ്യം ഗുരുസ്വാമി തേങ്ങ ഉടച്ചതിന് ശേഷം എല്ലാ ബാക്കിയുള്ള അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും തേങ്ങ ഉടയ്ക്കുകയാണ് കേട്ടോ. ജുവീൻ്റെതും അച്ഛൻ്റെതും അച്ഛൻ തന്നെയാട്ടോ പൊട്ടിച്ചത്. കാരണം ജുവി പൊട്ടിച്ചാൽ അത്ര ശക്തിയിൽ വരാതെ പൊട്ടൂല എന്നുള്ളതുകൊണ്ട് അച്ഛൻ തന്നെയാണ് പൊട്ടിച്ചത്. അങ്ങനെ അവർ ശബരിമലയ്ക്ക് പോവാട്ടോ. അച്ഛൻ വേറെ വണ്ടിയിലും അച്ഛമ്മയും ജുവും വേറെ വേറെ വണ്ടിയിലും ആട്ടോ. ഞങ്ങളെ കാണാത്തൊരു സങ്കടത്തിലുപരി അയ്യപ്പസ്വാമിനെ കാണാനുള്ള സന്തോഷം ആട്ടോ ജുവിൻ്റെ മുഖത്ത് നിറച്ചു.